എല്ലാവർക്കും ഡ്രീം ഹൗസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി സ്നാക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആവിയിൽ വേവിച്ചിട്ടാണ് നമ്മൾ സ്നാക്സിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇലയുടെയാണെന്ന്. പക്ഷെ ഇത് ഡിഫറെൻറ്റ് ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ വീട്ടിലേക്ക് ഓരോ കൈകൾ ഇതുപോലെ തന്നെ നീണ്ടു വന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോരോ പലഹാരം എടുത്തുകൊണ്ടായാലോ അത്രയും ടേസ്റ്റിലാണ് നമ്മളിന്ന് പലഹാരം ഉണ്ടാക്കുന്നത്. അവസാനം വരുന്നവർക്ക് എവിടെയെന്ന് ചോദിക്കേണ്ട രീതിയിൽ ഈ പലഹാരം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ എടുത്തുന്നത് ഗോതമ്പ് പൊടിയാണ്. ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് അവിടെ എടുത്തുന്നത്. അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അരിപ്പൊടിയിലോ അല്ലെങ്കിൽ മൈദയിലോ ചേർത്താൽ ഇത്ര ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് കഴിക്കാനൊക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയതാണ് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അത് നമുക്ക് കുറച്ചൊക്കെ ഒരു അയവിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഏറിയാലും കുഴപ്പമില്ല എന്ന് കരുതിയാണ്. ഒന്നായിട്ട് വെള്ളം ഒഴിക്കാൻ ധൈര്യം എനിക്കില്ല. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് കുഴച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുറച്ചിൽ വെള്ളം ഒഴിച്ച് കാണും ഞാൻ ഇതുപോലത്തെ ലൂസിലൊന്ന് കുഴച്ചെടുത്തുക്കണേ. ഇനി നമ്മൾ കട്ടയില്ലാതെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നല്ലോണം ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറക്കാനും വേണ്ടിയിട്ട് ഫില്ലിങ് തയ്യാറാക്കണം. ആ ഫില്ലിങ് തയ്യാറാക്കാനും വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ എടുത്ത് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടി ഞാൻ അവിടെ എടുത്തുന്നത് അരമുറി തേങ്ങ, ഒരു വലിയ തേങ്ങ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ അരമുറി എടുത്തപ്പോൾ തന്നെ നല്ലോണം ഉണ്ട് തേങ്ങ. അപ്പോൾ ഞാൻ അരമുറി തന്നെ എടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ചെറിയ ജീരകം പൊടിച്ചത്, ഞാൻ അമ്മിയിലിട്ട് ചതച്ചിലായാലും കുഴപ്പമില്ല, ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഇനി അതിലേക്ക് അതുപോലെ തന്നെ അര സ്പൂൺ ഏലക്കാപ്പൊടി. പിന്നെ വേണ്ടത് നമുക്ക് കടലപ്പരിപ്പാണ്. നമ്മൾ പരിപ്പോടൊക്കെ ഉണ്ടാക്കുന്ന കടലപ്പരിപ്പ് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കുക്കറിട്ട് വേവിച്ചതാണ് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ എത്രയാണ് തേങ്ങ എടുക്കേണ്ടത് അതിൻ്റെ 1/4 ഭാഗം കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ടോ. അപ്പോൾ ഇതിന് മുന്നത്തൊരു ഞാനൊരു പലഹാരം ഈ ശർക്കര വെച്ച് ഉണ്ടാക്കിയപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് ഒരച്ചൊക്കെ ആണെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ട് അരക്കാതൊക്കെ വെച്ചോ അത് പൊടിച്ച് കിട്ടുമ്പോൾ മിക്സിൻ്റെ എല്ലായിടത്തും കൂടി നയിക്കണം. നമുക്ക് പുറത്തേക്ക് എടുക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. 2-3 അച്ചൊക്കെ ആണെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാമെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ. ഇപ്പോൾ 2-3 അച്ചൊക്കെ നമുക്ക് അരച്ചെടുക്കേണ്ട രീതിയിലൊക്കെ നമുക്കിപ്പോൾ ആവശ്യമുണ്ട്. പക്ഷേ അത് അരച്ചെടുക്കാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിൻ്റെ ജാറിലൊന്നും അരച്ചെടുത്തിട്ടില്ല. ഇതിപ്പോൾ തന്നെ കത്തി വെച്ചിട്ടാണ് ചുരണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കത് ഫുള്ളായിട്ടൊന്ന് ചുരണ്ടെടുക്കുക. നല്ല നൈസായിട്ട് തന്നെ ചുരണ്ടെടുക്കുമ്പോൾ നമുക്ക് അധികം റിസ്ക് എടുക്കാതെ തന്നെ എല്ലായിടത്തും ഒന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചുരണ്ടേക്കിന്. ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കുഴച്ച് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഒരിക്കൊന്നും പിരിയാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ആ ഏലക്കായനെയും അതുപോലെ തന്നെ തേങ്ങയും കടലപ്പരിപ്പും ശർക്കരയൊക്കെ ഒരുമിച്ച് നല്ലോണം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് അങ്ങോട്ട് വെക്കട്ടോ. ഇനി അപ്പോൾ നമ്മളെല്ലാതും റെഡി ആയിക്കണേ. ഇനി നമുക്ക് വാനിലേക്ക് നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുത്തുക്കണേ. ഇനി നമുക്ക് ആ വാനിലൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് പാകത്തെ മാവ് ഒരു ഉരുളക്കണക്കിന് നമുക്ക് അതിൽ നിന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കൈ ഒന്ന് നനച്ച് കൊടുക്കുക. കയ്യിൽ ഒട്ടാതൊക്കെ വേണ്ടി കൈ ഒന്ന് ഇതുപോലെ ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം അതിലൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ അമ്മമാർ കല്ലിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ അരച്ച ഒരു പത്തിരി ചുട്ട് തരും നമുക്ക്. അരി അരച്ച അത് ഇങ്ങനെ വാനിൽ വെച്ച് പരത്തണം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതൊന്ന് പരത്തി കുറച്ച് വീതിയിലും വിസ്താരത്തിലും നമുക്ക് പരത്തിയെടുക്കാം. ഇനി അതിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൂട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്കിതൊന്ന് മടക്കാനൊക്കെ റിസ്ക് തന്നെയാക്കാം. അപ്പോൾ ഒരു സൈഡൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മറ്റേ സൈഡ് കൊണ്ട് നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ഇഡ്ഡലിത്തട്ടിലൊന്ന് വെള്ളം വെക്കുക. അതൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കണത് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇഡ്ഡലിത്തട്ടിലെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഉണ്ടാക്കണത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഒരു തട്ടിൽ നിറഞ്ഞപ്പോൾ അടുത്ത തട്ടിൽ വെച്ച് കൊടുത്തിക്കണം കേട്ടോ. കാരണം വെച്ചാൽ നമ്മളിത് അടുപ്പിച്ച് വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ഉൾഭാഗം വെന്തുക്കണമെന്ന് സംശയിക്കണം. അതുപോലെ കുറച്ച് വിട്ടാണെങ്കിൽ പിന്നെ ആ സംശയം വേണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ 2 തട്ടിലാക്കിയിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ എടുത്ത് നോക്കിയപ്പോൾ ഇലയൊക്കെ നല്ലോണം വാടി റെഡി ആയിക്കണേ. ഇപ്പം ഞാൻ പെട്ടെന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു കാണും. ഞാൻ എന്തായിട്ട് ഒരു പാത്രം എടുത്തുകൊണ്ട് ഫസ്റ്റ് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ ഇത് മാറ്റുമ്പോൾ കൈയൊക്കെ പെട്ടെന്ന് ആവി ശരിക്കും പോകാത്തതുകൊണ്ട് അതുകൊണ്ട് അതൊക്കെ ഞാനൊന്ന് ചൂടാറിന് ശേഷം കേട്ടോ മാറ്റിയത്.
ഇപ്പം ഫുള്ളായിട്ട് മാറ്റിയിരിക്കണം. ഇപ്പം നമ്മൾ എല്ലാം ഇവിടെ റെഡി ആയിക്കണേ. ഭയങ്കര ടേസ്റ്റിന് ഇത് കഴിക്കാൻ കേട്ടോ. ആ കടലപ്പരിപ്പും തേങ്ങയും ശർക്കരയും ഒക്കെ പാടായപ്പോൾ ഭയങ്കര ടേസ്റ്റിന് ഇത് കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഞാൻ എന്നും പറയുന്നമാതിരി തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്കും നിങ്ങളെ വീട്ടുകാർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. ഇത് പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് റെസിപ്പി ആയിട്ട് ഇനിയും വരുന്നത് വരെ ബായ്.